ഞാൻ ഇവരോട് പറഞ്ഞു, എന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയും പണ്ണും എനിക്കില്ല. 2 തവണ മന്ത്രിയായപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, മന്ത്രിയാവണമെന്ന് പറഞ്ഞു വാങ്ങിയെത്ര. ഇത്തവണ എന്നോടാരും ആവശ്യപ്പെട്ടില്ല. ഞാൻ അങ്ങോട്ട് പറയുന്ന പ്രശ്നമില്ല, അങ്ങനെ സ്വഭാവമില്ല. അറിയില്ല, പല ആളുകളത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് ആരോടും പറയാറില്ല. എൻ്റെ സ്വഭാവം അതല്ല. മുമ്പ് 2 തവണ ആയപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നിലപാടിൽ വ്യത്യാസമില്ല. അതെല്ലാം UDF-ന്റെ തീരുമാനമാണ് വരുന്നത്. അത് അവരെന്ത് തീരുമാനിക്കുന്നു അത് അംഗീകരിക്കുകയാണ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയി പൊന്നാട എണീച്ച വലിയ വിമർശനം സമൂഹം ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സമൂഹ മാധ്യമത്തോട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സമൂഹ മാധ്യമം ഞാനും വായിച്ചു നോക്കുന്നതല്ലേ. വെള്ളാപ്പള്ളിയോട് വിരോധമുള്ള വല്ലവരും കാണും, അവരെഴുതി പിടിപ്പിക്കുന്നതല്ലേ. താങ്കൾക്ക് വിരോധമില്ല? ഞാനെന്താണ് അയാളോട് വിരോധിക്കണം? ഞാൻ പക്ഷെ UDF-ലെ ആൾക്കാർക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാനെന്ത് വേണമെന്ന്? എനിക്ക് വിരോധം ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്നും പേഴ്സണലായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ മലപ്പുറത്ത് ഞാൻ പാണക്കാടിൻ്റെ തങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ഒരാൾ ഇത് നിങ്ങൾ തന്നെ ചോദിച്ചത്. നിങ്ങൾ റിപ്പോർട്ടറാണോ? നിങ്ങളുടെ ആൾ തന്നെ ചോദിച്ചത്. നിങ്ങളെ ആരും കയ്യിലില്ല. ഈ 2 പേര് മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയോടുള്ള വിരോധം ഉണ്ടെങ്കിൽ എൻ്റെ പേര് തീർക്കട്ടെ. എനിക്ക് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി എന്നെ സഹായിച്ചു, ഞാൻ പോയി നന്ദി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായിട്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 7 ലക്ഷം പേരെ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം അതല്ലേ, അവിടെ സംഘടനയല്ലേ SNDP, അതിൻ്റെ സെക്രട്ടറി അല്ലേ അദ്ദേഹം. ആ സെക്രട്ടറി ആയതുകൊണ്ടല്ലേ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാ പോണേ? ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? റിപ്പോർട്ടറും കൈരളിയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല, അങ്ങനൊന്നും ഞാൻ കരുതണ്ട. ആ പരിപാടി നടക്കത്തില്ല. ദേഷ്യപ്പെടുമെന്ന് വിചാരിക്കണം. AM ആരിഫ് പറഞ്ഞതിനൊന്നും എനിക്ക് സമാനം പറയാനില്ല, കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് എന്നെ കൂടാതെ അദ്ദേഹത്തിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. മതി, പോരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.